ജയിലിലായിരുന്ന ബോബി ചെമ്മണ്ണൂരിന് ആശ്വാസകരമായ നടപടി വരുന്നു. ജാമ്യം എന്ന വാർത്തകൾ കേസ് പരിഗണിക്കുകയാണ് കോടതി. പോലീസ് നേരത്തെ ഉന്നയിച്ചത് ജാമ്യം നൽകരുത് എന്ന കടുത്ത വാദങ്ങളാണ്. അതിന് മറുപടിയായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ രാമൻ പിള്ള കോടതിയിൽ മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്. കടുത്ത രീതിയിലുള്ള കുന്തി ദേവി എന്ന ദയാർത്ഥം ഇല്ലാത്ത ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. യെസ്, എന്തായാലും ജാമ്യം എന്ന തീരുമാനം വരുന്നു. ഉത്തരവ് 3:30 എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും കോടതിയും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ അടക്കം കോടതി ഇന്ന് കണ്ടു, അത് പരിഗണിച്ചു. സോഷ്യൽ മീഡിയ ബോബി ഇനി ഉപയോഗിക്കില്ലെന്ന് ഉറപ്പു നൽകാമെന്ന ചോദ്യം കോടതി ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. ഇതിന് ഇല്ല എന്ന മറുപടിയാണ് അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നു എന്ന വാദം പ്രോസിക്യൂഷൻ ഉയർത്തി. എന്തായാലും ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ജാമ്യം എന്ന തീരുമാനം വന്നു കഴിഞ്ഞോ? 3:30 ഉത്തരവ്, അതിന്റെ ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണോ? എന്താണ് ഇതിന്റെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്താണ്? വളരെയധികം രൂക്ഷമായ വിമർശനത്തിന് ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത്, ആ വിധി പ്രഖ്യാപിച്ചത്. എന്തായാലും 6 ദിവസം ജയിലിൽ കിടന്നു. സമൂഹത്തിന് അതിന് കൃത്യമായ സന്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ഇനി സോഷ്യൽ മീഡിയ ബോബി ചെമ്മണ്ണൂർ ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പ് അഭിഭാഷകന് നൽകാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അഭിഭാഷകൻ മറുപടി പറഞ്ഞത്. മാത്രമല്ല, സജിത്ത് സൂചിപ്പിച്ചതുപോലെ കുന്തി ദേവി എന്ന ഹണി റോസിനെ ഏത് സാഹചര്യത്തിലാണ് വിശേഷിപ്പിച്ചതെന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുന്തി ദേവി എന്നുള്ള പ്രയോഗം ദ്വയാർത്ഥ പ്രയോഗമല്ല എന്ന് പ്രതിഭാഗത്തിന് കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ള നിലയിൽ ഉപയോഗിച്ചതല്ല. 3ഓളം സ്ഥാപനങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ഹണി റോസ് പരാതിക്കാരി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതാണ്. അതേസമയം ഇത്തരം പ്രയോഗങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഉടനീളം സോഷ്യൽ മീഡിയയിൽ ഉടനീളമുള്ള വീഡിയോകളിൽ നിന്ന് അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗത്തോടെയാണ് സ്ത്രീകളെ സമീപിക്കുന്നത്, അല്ല സ്ത്രീകളെ വിലയിരുത്തുന്നത് എന്നുള്ള കാര്യം കൂടി കോടതിക്ക് വ്യക്തമായിട്ടുണ്ടെന്നും കോടതി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയിൽ നൽകിയിരിക്കുന്ന വീഡിയോകളെല്ലാം കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രോസിക്യൂഷൻ അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. എന്തായാലും 6 ദിവസം ജയിലിൽ കിടന്നില്ലേ, ഈ 6 ദിവസം കൊണ്ട് സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല മെസ്സേജ് ആണെന്ന് കൂടി കോടതി ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പരാതിക്കാരിയെ നിരന്തരം ജാമ്യാപേക്ഷയിലൂടെ അധിക്ഷേപിക്കുന്ന ഒരു നീക്കമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പരാതിക്കാരിയെ അപമാനിക്കുന്നതിന് പുറമെ ഹണി റോസിന് അസാമാന്യ മികവൊന്നുമില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തിന് വിമർശനമായിട്ടുണ്ടെന്ന് പരാമർശം പിൻവലിക്കുന്നുവെന്നും അതേസമയം അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നുണ്ട്. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. ആർക്കെതിരെയും എന്തും സമൂഹ മാധ്യമങ്ങളിൽ എഴുതാമെന്നുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങൾ കോടതി കണ്ടിട്ടുണ്ട്. കോടതി കണ്ട ശേഷമാണ് ഈ ഒരു വിലയിരുത്തലിലേക്ക് വന്നത്. ബോബി ചെമ്മണ്ണൂർ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഹണി റോസിനെതിരായ പരാതിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ അതിരായ വീഡിയോയിൽ മാത്രമല്ല. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, കോടതിയിൽ ജാമ്യം നൽകാമെന്ന വാക്കാൽ പരാമർശമാണോ കോടതി ഇന്ന് നടത്തിയത്? ഉത്തരവ് 3:30 അതാണോ ഇപ്പോൾ അവശേഷിക്കുന്ന സാഹചര്യം? ജാമ്യം നൽകുമെന്ന സൂചന തന്നെയാണ് കോടതി വാക്കാൽ നൽകിയിട്ടുള്ളത്. 3:30 വിശദമായിട്ടുള്ള ഉത്തരവ് വരിക, അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. 3:30 ഉത്തരവ് അപ്ലോഡ് ചെയ്യുമെന്നും ഓപ്പൺ കോടതിയിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ജാമ്യം നൽകുമ്പോൾ ഉണ്ടാകുന്ന ഉപാധികൾ എന്തെല്ലാമാണ് എന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ ആ ഓർഡറിൽ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനായിട്ടുള്ള പി രാമൻപിള്ള തന്റെ പാസ്പോർട്ട് നിലവിൽ പോലീസ് സീസ് ചെയ്തിരിക്കുകയാണ് എന്ന കാര്യം കൂടി കോടതിയെ ബോധിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും ശക്തമായ ഒരു മെസ്സേജ് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീ അധിക്ഷേപം നടത്തുന്നവർക്ക് ശക്തമായ ഒരു സന്ദേശം ഈ അറസ്റ്റ് കൊണ്ട്, ഈ കേസ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിയും വാക്കാൽ പരാമർശിച്ചു. ലൈംഗിക ചുവയുള്ള ഭാഷയാണ് ബോബി ചെമ്മണ്ണൂർ നിരന്തരമായി
സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് സർക്കാരിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ പറഞ്ഞത്. എല്ലാ പരിപാടികളിലും അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ ഇതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉള്ള നിരവധിയായ ദൃശ്യങ്ങൾ കോടതിയെയും എതിർഭാഗത്തെയും അഭിഭാഷകനായ രാമൻപിള്ളയെയും പ്രോസിക്യൂഷൻ കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് നിലവിൽ ഒരു നല്ല സന്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്ന് കോടതി സൂചിപ്പിച്ചു. 6 ദിവസം ജയിലിൽ കിടന്നില്ലേ എന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ടായി. ഹണി റോസിനെതിരെ നടത്തിയത് ലൈംഗിക അധിക്ഷേപം തന്നെയാണ് എന്നാണ് സർക്കാരിന്റെ വാദം. ഒപ്പം തന്നെ പ്രോസിക്യൂട്ടറും ഈ കാര്യം ആവർത്തിച്ചു. ദ്വയാർത്ഥ പ്രയോഗം ഇല്ലെന്ന് പറയാനാകില്ലെന്നും കോടതി ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷം പറഞ്ഞു. എല്ലാവരുടെയും വക്കാലത്ത് ഏറ്റെടുക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര താല്പര്യം, ബോബി ചെമ്മണ്ണൂരിന് എന്താണ് താല്പര്യമെന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ടായി. വടക്ക് മുതൽ തെക്ക് വരെ ഓടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാമ്യാപേക്ഷയിൽ ഉണ്ടല്ലോ എന്നും ആജ്ഞ രവീന്ദ്രൻ, CM പ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്. ആജ്ഞയിലേക്ക് പോകുമ്പോൾ കോടതി CN പ്രകാശ് തുടരുന്നുണ്ട്. CN പ്രകാശ്, ഈ കോടതി തന്നെ നിരീക്ഷിക്കുന്നു 6 ദിവസം ജയിൽ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് സമൂഹത്തിന് കൃത്യമായൊരു സന്ദേശം ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ഇത്തരം പരാമർശങ്ങൾക്കൊരുങ്ങുന്നവർക്ക് ബോബി ചെമ്മണ്ണൂർ കേസ് ഒരു മാതൃകയാവട്ടെ എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഇനി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാവരുത് എന്ന് വാക്കാൽ പരാമർശങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഉറപ്പ് നൽകി. എന്നാൽ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയില്ല എന്ന കണ്ടീഷൻ റെക്കോർഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, സോഷ്യൽ മീഡിയ കൊണ്ടാണ് താൻ ജീവിക്കുന്നത് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ മറുപടി നൽകിയത്. കുന്തി ദേവി എന്ന ഇത് ദയാർത്ഥത്തിൽ ഉള്ള പ്രയോഗമല്ല എന്നും അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചു. പരാതിക്കാരിയെ ജാമ്യാപേക്ഷയിൽ വീണ്ടും അവമാനിക്കുന്നുണ്ട് എന്നാണ് കോടതി ഈ പ്രോസിക്യൂഷനും നിലപാടെടുത്തത്. ഹണി റോസിന് അസാമാന്യമായ മികവൊന്നുമില്ല എന്ന് ജാമ്യാപേക്ഷയിലെ പരാമർശത്തെ കോടതി വിമർശിച്ചു. പരാമർശം പിൻവലിക്കുന്നു എന്ന് അഭിഭാഷകൻ ആ ഘട്ടത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ആർക്കെതിരെയും എന്തും സമൂഹ മാധ്യമത്തിൽ എഴുതാം എന്ന അവസ്ഥ ഉണ്ട് എന്നും പ്രോസിക്യൂഷൻ ഈ കേസിന്റെ ഭാഗമായി വാദിച്ചു. ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചു. സോഷ്യൽ മീഡിയ ബോബി ഇനി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് നൽകാമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് രാമൻപിള്ള നൽകിയിട്ടുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും കോടതി ജാമ്യമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 3:30 ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങും. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം പരിഗണിച്ചില്ലെങ്കിൽ, ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ വീണ്ടും ജയിലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടാകുമായിരുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ അദ്ദേഹത്തിന്റെ ബെഞ്ചാണല്ലോ ഇത് പരിഗണിച്ചത്. കോടതിയുടെ പരാമർശങ്ങൾ സമൂഹത്തിന് ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നവർക്കുള്ള മറുപടി കൂടിയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി ഉണ്ടാവുമല്ലോ. കാരണം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന ഉറപ്പ് നൽകാമോ എന്ന ചോദ്യമൊക്കെ കോടതി ഉന്നയിക്കപ്പെടുമ്പോൾ വളരെ സീരിയസ് ആയി തന്നെ ഈ കേസിനെ പരിഗണിക്കപ്പെടുന്നു. 6 ദിവസം ജയിലിൽ കിടന്നയാൾക്ക് ജാമ്യം സ്വാഭാവികമായും കൊടുക്കാൻ അർഹതയുണ്ട് എന്ന നിലപാട് കോടതി എടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും കൃത്യമായി ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാമർശവും കോടതി നടത്തിയിട്ടുണ്ടത് എന്നത് ശ്രദ്ധേയമല്ലേ? തീർച്ചയായിട്ടും സജിത്ത്, കാരണം കഴിഞ്ഞ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചപ്പോൾ മുതൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്ന ഒരേ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ബോബി ചെമ്മണ്ണൂരിന് ഈ വിഷയത്തിൽ, അതും ഒരു സ്ത്രീക്കെതിരെയുള്ള ലൈംഗിക അധിക്ഷേപ വിഷയത്തിൽ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് നൽകുന്ന അങ്ങേയറ്റം മോശമായ മെസ്സേജാണ്. വരാം. രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഈ ബോബി ചെമ്മണ്ണൂരിനെ കോടതി അത്ര കണ്ട് പിന്തുണച്ചിട്ടില്ല. അദ്ദേഹത്തിന് ജാമ്യം നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വഴി തെറ്റായ പ്രചരണം നടത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതെന്ന സൂചന കോടതി പങ്കുവയ്ക്കുന്നുണ്ട്. താങ്കൾക്കുമൊക്കെ അത് ബാധകമാവുമോ? കോടതി ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ച് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സന്തുലിതമായ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം ശരിയല്ല എന്ന് പറയുകയും അതോടൊപ്പം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. 3:30 കോടതി വിധി അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് വളരെ ആശ്വാസമാണ്, സന്തോഷമാണ്. അദ്ദേഹം ചെയ്ത ശരിയല്ലാത്ത കാര്യത്തെ ശരിയല്ലാന്നും, എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് നമ്മുടെ കേരളീയ സമൂഹം മറക്കണ്ടാത്തത്, ഇത്രമാത്രം കേരള സമൂഹത്തിന് നന്മ ചെയ്ത മറ്റൊരു ബിസിനസ്സുകാരൻ കാണില്ല, ഇത്രമാത്രം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന മറ്റൊരു ബിസിനസ്സുകാരൻ കാണില്ല.
14 ലക്ഷം ആൾക്കാരെയാണ് രക്തബാങ്കിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത്. ഇതൊന്നും നമ്മൾ മറക്കരുത്. രാഹുൽ എസ്, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നതുകൊണ്ട് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് കോടതി പറയുന്നില്ല. 6 ദിവസം ജയിലിൽ കിടന്നില്ലേ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന നിരീക്ഷണം തന്നെയാണ് കോടതി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ള നിരീക്ഷണം അദ്ദേഹവും പോലും അംഗീകരിക്കുന്നതാണ്. ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എല്ലാം പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നൊരു നാക്കുപിഴ ഉണ്ടായിട്ടുണ്ട്, ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ട്, അതൊരു ദ്വയാർത്ഥ പ്രയോഗമാണ്. കോടതിയിലൂടെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഇനി ഞാനത് ആവർത്തിക്കില്ല. ആ ഒരു വാക്കുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 25 വർഷമായി നമുക്ക് ചെയ്ത നന്മകളെല്ലാം നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ ഒരു വാക്ക് തെറ്റായി പറഞ്ഞു, ഇല്ലെന്നാരും പറയുന്നില്ല, അതിനെ ആരും ന്യായീകരിച്ചില്ല. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ഇതുവരെ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, 10,000-കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ സഹായിക്കൽ, 1000-കണക്കിന് വീട് വെച്ച് കൊടുക്കൽ, ലക്ഷക്കണക്കിന് രക്തദാനം നടത്തൽ, ഇതെല്ലാം നമ്മൾ മറക്കണോ? അദ്ദേഹം ചെയ്തത് തെറ്റാണ്, ആരും ന്യായീകരിച്ചില്ല. അല്ല, അത് നമുക്ക് അദ്ദേഹം നടത്തുന്ന നല്ല കാര്യങ്ങൾ ആരും ഈ വിഷയത്തിൽ നമ്മൾ കാണാതെ പോവുകയല്ല, അത് വേറെ വിഷയം, അതും ഇതുമായിട്ടുമല്ലല്ലോ. ഇത് ഒരു കാര്യം കൂടിയുണ്ട്, ഈ കുന്തി ദേവി ദയാർത്ഥം അല്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം, ഈ വാദം വീണ്ടും ആവർത്തിക്കുമ്പോൾ കോടതി രൂക്ഷമായ ചില പരാമർശം കൂടി നടത്തിയിട്ടുണ്ട്. അതായത് പരാതിക്കാരിയെ ജാമ്യാപേക്ഷയിൽ വീണ്ടും അപമാനിക്കുന്നു എന്ന നിരീക്ഷണം കൂടിയുണ്ട്. ഹണി റോസിന് അസാമാന്യ മികവൊന്നുമില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തിന് വിമർശനവും കോടതിയിൽ നിന്നുണ്ടാവുന്നു. ഒടുവിൽ അഡ്വക്കേറ്റ് രാമൻപിള്ള ആ പരാമർശം പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ ഒരു വരി കൂടെ പറയാം, അങ്ങനെ ചെയ്തെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാര്യം ഹണി റോസിന് മികവില്ലെങ്കിൽ ഈ 3 ജ്വല്ലറി ഇനോഗ്രേഷൻ ഹണി റോസിനെ വിളിക്കണോ? അങ്ങനെയൊന്നും ആരും, ഞാൻ രാമൻപിള്ള സാറിനെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. രാമൻപിള്ള സാറിന്റെ മുമ്പിൽ ഇരുന്നൊരു നിയമം പറയാൻ അർഹത എനിക്കില്ല. പക്ഷേ ഏതെങ്കിലും അഡ്വക്കേറ്റ്, രാമൻപിള്ള സാർ അങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല, ഇവർക്ക് മികവില്ലെന്നോ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലോ പറയുന്നതിന് ഒരർത്ഥവുമില്ല. അവർ സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ്. തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ വരെ നായികയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് ഹണി റോസ്. ഹണി റോസിനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അപമാനിക്കാൻ പാടില്ല, വില കുറച്ച് കാണാൻ പാടില്ല, ഇകഴ്ത്തി കാട്ടാൻ പാടില്ല. ഹണി റോസിനെ വിമർശിക്കാം, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും വിമർശിക്കും. പക്ഷേ ഹണി റോസ് മികച്ച കലാകാരിയാണ്, 18 വർഷങ്ങളോളമായി സിനിമയിലുണ്ട്. ഹണി റോസിന്റെ കലാപരമായ ഔന്നത്യത്തെയോ കഴിവിനെയോ ഒന്നും ഒരു കാരണവശാലും നമ്മൾ അപഹസിക്കാൻ പാടില്ല, ചെറുതാക്കി കാണിക്കാൻ പാടില്ല. ഹണി റോസ് മികച്ച രീതിയിൽ ഒരു അഭിനേത്രിയും സെലിബ്രിറ്റിയും കൂടി ആയതുകൊണ്ടല്ലേ 3 ജ്വല്ലറിയോളം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ കോടതിയിൽ, ഞാൻ അഡ്വക്കേറ്റും കൂടെ ആയതുകൊണ്ട് പറയുകയാണ്, നമ്മൾ അഡ്വക്കേറ്റ്സും ശ്രദ്ധിക്കേണ്ടതാണ്. കോടതിയിൽ എതിർഭാഗത്തെ താഴ്ത്തി കെട്ടുന്ന ശീലം നമുക്ക് ശരിയല്ല. ഇപ്പൊ എന്റെ അടക്കമുള്ള, ഞാനാണ് ഫ്രെയിം ചെയ്തത്, എന്റെ അടക്കമുള്ള കാര്യത്തിൽ ഞാൻ ഹണി റോസിനെ ഏറ്റവും ആദരിക്കുകയും അവരുടെ കുടുംബത്തെക്കുറിച്ച് കേട്ട നല്ല വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യുകയും എന്റെ കോടതിയിൽ കൊടുത്ത എന്റെ ജാമ്യാപേക്ഷയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹണി റോസിനെ ഇകഴ്ത്തി കാണുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം ബോച്ചയ്ക്ക് ജാമ്യവും കിട്ടണം, ബോച്ചയും വെളിയിൽ വരണം. ബോച്ച ചെയ്ത നന്മകളെ നമ്മൾ പ്രശംസിക്കുകയും ഈ പിഴവിനെ നമുക്ക് കേരള സമൂഹത്തിന് പൊതു മാപ്പ്, അദ്ദേഹത്തിന് ഒരു മാപ്പ് കൊടുക്കാനും നമുക്ക് കഴിയണം. ഒരു കാര്യം കൂടി രാഹുൽ ഈശ്വർ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ താങ്കളുടെ ജാമ്യാപേക്ഷ അറസ്റ്റ് തടയണമെന്ന വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. ഇന്ന് താങ്കളുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ കോടതിയിൽ നിന്ന് അനുകൂലം ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ അറസ്റ്റ് കോടതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നോട്ട് ടു അറസ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നോട്ട് ടു അറസ്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ ഒരു പുതിയ കേസോ FIR ഇട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് തടസ്സമില്ല എന്നുള്ള കാര്യം സത്യമാണ്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കുന്നത്. ഇതുവരെ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. എനിക്ക് നോട്ടീസോ മറ്റോ നൽകിയാൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി പോലീസുകാർ പറയുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്യും. അറസ്റ്റ് ഞാൻ എവിടെയും വേറെ പോകാൻ പോകുന്നില്ല, തിരുവനന്തപുരത്ത് എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ കൂടെ പോലീസിനെ അറിയിക്കുകയാണ്. ഞാൻ ഓടിപ്പോകാൻ ശ്രമിച്ചു എന്നൊന്നും പറയരുത്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, എപ്പം വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം. മാത്രമല്ല ആശ്വാസകരമായ, താങ്കൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന നിരീക്ഷണമാണ് ഞങ്ങൾക്കും കൊച്ചിയിൽ നിന്ന് ലഭ്യമാവുന്നത്. കാരണം പോലീസ് പ്രതീക്ഷിക്കുന്നത്, അതെ, പോലീസ് മാത്രം ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും ബോച്ചയ്ക്ക് ആശ്വാസകരമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അദ്ദേഹം 6 ദിവസം ജയിലിൽ കിടന്നു, അതിനുശേഷം ജാമ്യം എന്നതാണ്. രാഹുൽ ഈശ്വറാണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. ആജ്ഞ, എന്തായാലും ഈ വിഷയത്തിൽ 3:30-ക്ക് കോടതിയിൽ നിന്നും ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉത്തരവിൽ ഇത് സംബന്ധിച്ച കൃത്യമായ നിരീക്ഷണം ഒരുപക്ഷെ കോടതി നടത്തിയേക്കാം. അതായത് ജാമ്യം നൽകുന്നതിനോടൊപ്പം ബോബി ചെമ്മണ്ണൂരിന് പൊതുവേദികളിൽ, പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതാവാം ആ കോടതി ഉത്തരവ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം സജിത്ത്. മാത്രമല്ല കടുത്ത ഉപാധികളോടെ ആയിരിക്കും
ജാമ്യം നൽകുക എന്നാണ്. അത് വിധി പകർപ്പ് ലഭിച്ച ശേഷമേ നമുക്ക് ഉപാധികൾ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. കാരണം വിദേശത്തടക്കം നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ആളാണ്. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 3:30 വിധി പകർപ്പ് വന്ന ശേഷം 5 മണിക്ക് മുൻപേ ജയിലിൽ അതുമായി ബന്ധപ്പെട്ട കോപ്പി അല്ലെങ്കിൽ ഇത് ജയിൽ അധികൃതരുമായി ഇത് വിധി പകർപ്പ് എത്തിച്ച ശേഷം മാത്രമേ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ റിലീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അയാളെ ജയിൽ മോചിതനാക്കുന്ന കാര്യങ്ങളൊക്കെ മുൻപോട്ട് തീരുമാനത്തിലാകാനുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ അഭിഭാഷകർ അക്കാര്യത്തിൽ വളരെ വേഗം ഈ കാര്യത്തിൽ നീക്കുപോക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 3:30 വിധി പകർപ്പ് അപ്ലോഡ് ചെയ്യുന്നത്. ആ വിധി പകർപ്പ് വേണം ജയിലിലെത്തിക്കാൻ. ജയിലിലെത്തിച്ച ശേഷം 5 മണിക്ക് മുൻപേ ഈ പ്രൊസീജിയർ എല്ലാം നടന്നെങ്കിൽ മാത്രമേ ഇന്ന് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിന്നും ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയുള്ളൂ. അത്തരം ഒരു കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി അഭിഭാഷകർ അക്കാര്യത്തിൽ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഉപാധികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ സജിത്ത് സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഇനി ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ കമന്റ് ഇടില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പ് തരാൻ പറ്റുമോ എന്ന് കോടതി ചോദിച്ച സാഹചര്യത്തിൽ അത്തരമൊരു, അതായത് ഇനിമേലാൽ ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള തരത്തിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വേണമെന്നും കോടതി ഒരുപക്ഷെ വിധി പകർപ്പിൽ ജാമ്യ നൽകിയ വിധി പകർപ്പിൽ സൂചിപ്പിച്ചേക്കാം, നിബന്ധനകളിൽ സൂചിപ്പിച്ചേക്കാം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹണി റോസിനെ ജാമ്യാപേക്ഷയിൽ കൂടി അധിക്ഷേപിക്കുന്നു. അങ്ങനെ കൂടി ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ വാദം മാത്രമായിരുന്നു ഹൈക്കോടതിയും ആ തരത്തിൽ തന്നെയാണ്. അത് നിരന്തരം ജാമ്യാപേക്ഷ നൽകുമ്പോഴും പരാതിക്കാരെ അധിക്ഷേപിക്കാനുള്ള നീക്കമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുള്ള നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് ഒരു പക്ഷേ സജിത്ത് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഇത് സമൂഹത്തിന് നൽകുന്ന നല്ല മെസ്സേജ് എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ മാനസികാരോഗ്യം തീരെ ഇല്ലാത്ത ആളുകൾക്ക് ഒരു വാണിംഗ് കൂടി ആകും ഈ ഒരു വിധി എന്ന് പറയുമ്പോഴും. രാഹുൽ ഈശ്വർ നമ്മളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ ബോബി ചെമ്മണ്ണൂരിനെ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾ, ലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കുന്ന ആൾ എന്നൊരു സാഹചര്യം, അതായത് നന്മമരം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഫിഗർ ഔട്ട് ചെയ്യുമ്പോഴും ഇപ്പുറത്ത് മറിച്ച് ഈ ആൾക്കും ഇതൊന്നും ചെയ്യാനുള്ള സാഹചര്യമില്ല അല്ലെങ്കിൽ റൈറ്റ് ഇല്ല എന്നുള്ള കാര്യം കോടതി കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ള കാര്യവും ഇതിനകത്തൂടെ ഈ മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഈ വിധിയിലൂടെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ കോടതിയും നിയമ സംവിധാനങ്ങളും എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്നും വ്യക്തമാക്കുന്നു എന്നുള്ള കാര്യമാണ് കൂടുതൽ അടിവരയിട്ട് പറയേണ്ടത്. സജിത്ത്, എന്തായാലും 3:30 ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തു വരും. അപ്പോഴാണ് ഈ ജാമ്യ സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. നിലവിൽ ജാമ്യം എന്നത് ഉറപ്പിച്ച് പറയാൻ തരത്തിലെ ഘട്ടത്തിലേക്കല്ല, മറിച്ച് കോടതി അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ജാമ്യം നൽകാമെന്ന വാക്കാൽ അറിയിച്ചിട്ടുണ്ട്. 6 ദിവസം ജയിൽ കടന്നിലെ തുടങ്ങിയ വാദങ്ങളാണ്. അതേസമയം അത് പ്രതിയുടെ വാദം ശരിവെച്ചുകൊണ്ടല്ല, മറിച്ച് പ്രതിക്ക് വീഴ്ച പറ്റി എന്ന കാര്യം അതിനെതിരായ വിമർശനം ഉന്നയിച്ചുകൊണ്ടുകൂടി തന്നെയാണ് കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടാവുന്നത്. ജാമ്യ ഹർജിയിലെ പരാമർശങ്ങൾക്കെതിരെയും കോടതി രംഗത്തെത്തുന്നു. ഒടുവിൽ പ്രതിഭാഗത്തിന് ആ പരാമർശം തന്നെ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി, രാഹുൽ ഈശ്വർ നമ്മളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചു. ഈ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും ഉണ്ടല്ലോ, നോട്ട് ടു അറസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ വാദം ഇന്നലെ അംഗീകരിച്ചില്ല. എന്നാൽ പക്ഷേ ഇന്ന് കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അന്വേഷണ സംഘം പോലീസിന്റെ നീക്കം എന്താണ്? രാഹുൽ ഈശ്വറിനെതിരായ പരാതിയിൽ ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ഭയപ്പെടേണ്ടതുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞത്, അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയ, അതായത് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ സ്പർശിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുകയും അത്തരത്തിൽ അവരെ നിരന്തരം അധിക്ഷേപിക്കുകയും ചെയ്ത പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ. അത് ഭാരതീയ ന്യായ സംഹിത 75ന്റെ ഉപവകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. അതാണ്. അതേസമയം രാഹുൽ ഈശ്വർ അങ്ങനെയല്ല. രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ കോമന്റുകളാണ് ഇതിന് ആധാരം. അതുകൊണ്ട് തന്നെ ഇത് ഒരു നോട്ടീസ് നൽകി വിടാനുള്ള കേസേ ഉള്ളൂ എന്ന് പോലീസ് നിരീക്ഷിക്കുമ്പോഴും അറസ്റ്റ് ഭയന്നാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയിലെത്തിയത്. അതായത് ഈ കേസിൽ തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള
മുൻവിധിയോട് കൂടിയാണ് രാഹുൽ ഈശ്വർ കോടതിയിലെത്തിയത്. അതേസമയം അറസ്റ്റ് തടയാനുള്ള നീക്കമൊന്നും കോടതി അനുവദിച്ചിട്ടില്ല. ആ അറസ്റ്റ് തടയണമെന്ന ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. ഇതിനിടയിൽ രാഹുൽ ഈശ്വർ തന്നെ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും കേസുകൾ, കുറച്ചുകൂടി ബലമുള്ള ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ പോലീസിനെ രാഹുൽ ഈശ്വറിന്റെ കേസുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാം. പക്ഷേ 27-നാണ് കേസ് പരിഗണിക്കുന്നത്. സജിത്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ഈ കേസിൽ കോടതി നടത്തിയ ഒരു പരാമർശം, പ്രതി ഇനി സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പു നൽകാനാകുമോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ അതിന് ആയുധമാക്കുന്നവർ ഇനി മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് പോലും കോടതി എത്തുന്ന ചില സൂചനകൾ കോടതിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന അശ്ലീല പരാമർശങ്ങൾക്കും ആളെ മോശമായി ചിത്രീകരിക്കുന്ന നീക്കങ്ങൾക്കുമെതിരായ ഒരു കോടതി നിരീക്ഷണത്തിന്റെ തുടക്കം ഈ ബോബി ചെമ്മണ്ണൂർ കേസിൽ ഉണ്ടാകുന്നു. അങ്ങനെ കൂടി ഒരു നിരീക്ഷണത്തിന് പ്രസക്തിയുണ്ടോ? തീർച്ചയായിട്ടും സജിത്ത്. കാരണം ഈ കേസ് ബോബി ചെമ്മണ്ണൂരിനെ 48 മണിക്കൂർ ഉള്ളിൽ അറസ്റ്റ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് സന്തോഷം തരുന്ന, അല്ല കേരളത്തിലെ നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്തോഷം തരുന്ന ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണിന്റെ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടലുകൾ നടത്താമെന്നുള്ള കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടുന്ന ആവശ്യകത കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പ്രത്യേകിച്ചും ഈ മോശം കണ്ടന്റുകൾ അടങ്ങിയ വീഡിയോകൾ, അതല്ലെങ്കിൽ ഇത്തരം മോശം കമന്റുകൾ സ്ത്രീകളുടെയോ മറ്റുള്ളവരുടെയോ, സ്ത്രീകളുടെ എന്നുള്ളല്ല, ഏതെങ്കിലും ഒരാളുടെ, ഒരു പൗരന്റെ പോസ്റ്റിന് താഴെ ഇത്തരത്തിൽ മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമാണ്. അത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇനി ഒരു നിരീക്ഷണത്തിന് കൂടി ഭാഗമാക്കി മാറ്റുന്നത്, ഏതെങ്കിലും കേസുകളുടെ ഭാഗമായിട്ട് മാത്രമല്ലാതെ നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ള ഒരു നിയമ സംവിധാനത്തിന് നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ള ഒരു സാധ്യത കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കേസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ പ്രധാന വാദം സമൂഹത്തിന് നൽകുന്ന മോശം സന്ദേശമെന്നായിരുന്നു. ഹൈക്കോടതിയിലും അതുതന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ആവർത്തിച്ചത്. അതായത് ഈ സന്ദേശത്തിലൂടെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപത്തിന് തടയിടുക എന്നുള്ള ഒരു കാര്യം സർക്കാരായാലും കോടതി നിയമ സംവിധാനങ്ങളായാലും പോലീസായാലും ഒക്കെ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമായൊരു നിലപാടെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ഒരു പ്രമുഖനായിട്ടല്ല, പ്രത്യേകിച്ചും ഇതുപോലെ ലൈംഗിക അധിക്ഷേപ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ എന്നുള്ള പരിഗണന മാത്രമേ ഇതുവരെ നൽകിയിട്ടുള്ളൂ എന്ന് ആണ് അവകാശപ്പെടുന്നത്, പോലീസ് അവകാശപ്പെടുന്നതും അതുതന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും. എന്ത് പ്രത്യേകതയാണ് ബോബി ചെമ്മണ്ണൂരിലുള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ചോദിച്ചത് എങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ ഈ കേസിനെ വളരെ അങ്ങേയറ്റം സീരിയസ് ആയി ഈ കേസിനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതിയും പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോയിട്ടുള്ളത്. സർക്കാർ അത്തരത്തിലാണ് നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ BNS 7514 എന്നീ വകുപ്പുകൾ പ്രകാരം 75ന്റെ ഉപവകുപ്പുകൾ പ്രകാരം ഇത്തരത്തിൽ ഈ കേസിനെ കാണുമ്പോൾ ജാമ്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇത്തരം കേസുകൾ പോകുന്നത്. അത് രാഹുൽ ഈശ്വർ മുൻപ് നമ്മുടെ മുന്നിൽ കുറച്ചു മുൻപേ നമ്മളോട് സംസാരിച്ചതുപോലെ അത് പ്രഗത്ഭനെന്നോ അതല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളെന്നോ ഉള്ള പരിഗണനയൊന്നും ഈ ക്രൈമിന് ഉണ്ടാവില്ല. ക്രൈം ആര് ചെയ്താലും, രാഹുൽ ഈശ്വർ ചെയ്താലും, ബോബി ചെമ്മണ്ണൂർ ചെയ്താലും, ഞാൻ ചെയ്താലും, മറ്റാര് ചെയ്താലും ഇത്തരത്തിലുള്ള ക്രൈമിന് വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നൊരു മെസ്സേജ് കൂടിയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി, എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ബോബി ചെമ്മണ്ണൂർ വലിയ സമ്പന്നനാണ്, വ്യവസായിയാണ്. അങ്ങനെ സമൂഹത്തിൽ ആ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരം പരാമർശം നടത്താം എന്ന പൊതുബോധത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ കോടതിയുടെ പരാമർശവും 6 ദിവസത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസവും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോടതിയുടെ നീക്കങ്ങൾ അങ്ങേയറ്റത്തിലുള്ള വലിയ സന്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഒടുവിൽ ജാമ്യം കിട്ടുമ്പോഴും പോലും ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നത് ഇനി അങ്ങോട്ടേക്ക് സമൂഹ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു പൊതുവേദികളിലോ ആർക്കെതിരെയും എന്തും പരാമർശിക്കാം എന്ന തരത്തിൽ നിലപാടെടുക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണല്ലോ. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം, ഇന്ന് ജയിലിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ ജയിൽ DIG സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കൂടി ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നല്ലോ.
യെസ്, ആജ്ഞയിലേക്ക് മടങ്ങി വരാം. ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ബോബി ചെമ്മണ്ണൂരിന് ആശ്വാസകരമാണ്, ജാമ്യം കിട്ടുന്നു. പക്ഷേ അതിനൊപ്പം കോടതി നൽകുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. സമൂഹത്തിലെ ഏറ്റവും സമ്പന്നനും വ്യവസായിയും ആണെങ്കിൽ കൂടിയും പൊതുവേദിയിൽ എന്തും പറയാം, അതിന് നിയമപരമായ പിന്തുണ കിട്ടും എന്ന് കരുതുന്നവർക്കുള്ള തിരിച്ചടി കൂടിയായി ഈ കേസിനെ നമുക്ക് കാണണോ? അങ്ങനെയെങ്കിൽ ഇതൊരു തുടക്കമാവുമോ? തീർച്ചയായിട്ടും അങ്ങനെ. അതായത് ഇത്രയും സമ്പന്നനായ ഒരാൾ, ഇത്രയും സ്വാധീനമുള്ള, പണം കൊണ്ടും സാമൂഹികമായും ഒക്കെ ഇപ്പൊ നമുക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി കാണാം അദ്ദേഹത്തെ എത്രമാത്രം ആളുകളാണ്, അതായത് അത്തരം നെഗറ്റീവ് ആൾക്കാരെ പിന്താങ്ങാൻ ഇവിടെ ഒരു വലിയ സമൂഹമുണ്ട്. അത് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു ധൈര്യം. അതിനുമപ്പുറം നിയമം അല്ലെങ്കിൽ കോടതി ഇതെല്ലാം തെറ്റാണ്. നിങ്ങൾ ഇത്തരത്തിൽ ഒരു വാക്കുകൾ പ്രചരിപ്പിക്കുന്നത്, സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനകൾ പറയുന്നത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ഒരു ആദ്യപടിയായിട്ടുള്ള ഒരു ചെറിയ ശിക്ഷയാണ് ഈ 7 ദിവസം അദ്ദേഹം അകത്ത് കിടന്നു എന്നത്. അത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ആശ്വാസവും സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ഒരു ദിവസം ജയിലിൽ കിടന്നാൽ പോലും അതൊരു ജയിലാണ്, അതൊരു ശിക്ഷയാണ്. ആ ശിക്ഷ കിട്ടുമ്പോൾ മാത്രമേ ഇത്തരക്കാർ ഒരു പാഠം പഠിക്കുകയുള്ളൂ. ഇപ്പോ അദ്ദേഹത്തെ ന്യായീകരിച്ച് ചാനലിൽ തൊണ്ട കീറി സംസാരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരൊക്കെ മനസ്സിലാക്കാതെ പോകുന്നത് എപ്പോ വെറുതെ വിടുമ്പോൾ കോടതിയെ വാഴ്ത്തിപ്പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരക്കാരെ ശിക്ഷിക്കുമ്പോ അത് നേരെ മറിച്ചും സംസാരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ്, ഇത്തരക്കാരെ നിങ്ങൾ ന്യായീകരിക്കാൻ സാധിക്കില്ല. കാരണം കോടതി ഇത്തരക്കാരെ വളരെ സൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ശിക്ഷ ഇനി അടുത്ത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത നടപടിക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു വലിയൊരു മുന്നറിയിപ്പാണ്. അത് തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഒരു കാര്യം കൂടിയുള്ളത്, നമുക്കറിയാം ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിലായതിനു ശേഷം അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മറുവശത്ത് നടക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അത് പെയ്ഡ് ആണോ എന്ന സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെ പെയ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും അത്തരം നീക്കം നടത്തുന്നവർക്ക് കൂടിയുള്ള ഒരു മറുപടി ഈ കോടതി വിധിയിലുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷണം അതിൻ്റെ അകത്തുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ നിങ്ങളിനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് നൽകാമോ എന്ന ചോദ്യം പോലും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ അപൂർവമായിട്ടാണ് ഒരു നീതി ന്യായ വ്യവസ്ഥയിൽ ഒരു ആത്മവിശ്വാസം വരുന്നത്. ചില അവസരങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട്, എന്താണ് കോടതി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ കോടതിക്കെതിരെ സംസാരിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ വളരെ അപൂർവമായിട്ടുള്ള ചില ജഡ്ജസ്, ഇപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ചപ്പോ ചിലരൊക്കെ പറഞ്ഞു അതൊരു സ്ത്രീയാണ് അന്ന് അവിടെ ഇരുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമതിരുന്നത് സ്ത്രീ ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആ ഇരിക്കുന്ന ജഡ്ജിക്ക് മനസ്സിലാകും അത്തരം മൂല്യത, അദ്ദേഹം അത്തരം തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിൽ പരത്തരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വിധി വരുന്നതും. അല്ലെങ്കിൽ ഇപ്പോ യഥാർത്ഥത്തിൽ ഇതൊരു കമന്റ് ആണ്, ഒരാളെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരാൾ കമന്റ് പറഞ്ഞതല്ലേ, അതൊരു സോറി പറഞ്ഞാൽ തീരാവുന്നതല്ലേ എന്ന് പലരും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കേട്ടു. അല്ല, സോറി പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ അത് നിർത്തണമെന്നില്ല. അത് ഇനിയും മുൻപോട്ട് പറയാതിരിക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ആ ഒരു ശിക്ഷ, നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ചില കുട്ടികൾ എഴുന്നേറ്റ് നിൽക്ക്, ബെഞ്ചിന്റെ പുറത്ത് നിൽക്ക്, അല്ലെങ്കിൽ മൂലയിൽ മാറി നിൽക്ക് എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ, ഇനി മേലിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് സമൂഹത്തിൽ പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരു പെണ്ണിന്, പ്രത്യേകിച്ച് ഒരു പെണ്ണിന് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ അത് പെണ്ണിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കുഴപ്പമായി കാണാനാണ് പുരുഷ സമൂഹത്തിന് ഏറ്റവും താല്പര്യം. എല്ലാത്തിനും അവളും എന്തിനങ്ങനെ ചെയ്തു, അവൾ എന്തിനാ ആ സമയത്ത് അവിടെ പോയി, അവൾ എന്തിനാണ് അയാളോട് ചിരിച്ച് സംസാരിച്ചത്, ഇത് എല്ലാം, അതായത് നീ കാരണമാണ് ഞാൻ ഇത് ചെയ്തത്, നീ കാരണമാണ് അയാൾ ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ത്വര വല്ലാതെ സമൂഹത്തിനുണ്ട്. പക്ഷെ ഇത്തരക്കാർ മനസ്സിലാക്കുന്നില്ല, ഇത് അവരിലേക്ക് എത്താൻ അധിക ദൂരമില്ല. അവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞത് തെറ്റായിരുന്നു, നമ്മൾ ചിന്തിച്ചത് തെറ്റായിരുന്നു എന്ന്. തീർച്ചയായിട്ടും പല ആളുകളും
ഇപ്പൊ ആണുങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഇയാൾക്ക് വേണ്ടി ചാനലിലിരുന്ന് വാദിക്കുന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് താഴെ എന്ത് തെറി പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് അത് അത്രയല്ലേ ഉള്ളൂ, അദ്ദേഹത്തെ പോലെ എനിക്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് ചിലപ്പോൾ അതിന് പ്രതികരിക്കണം എന്ന് തോന്നും. ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. എനിക്ക് ശരിയല്ല എന്ന് ഇന്ന് എനിക്ക് തോന്നിയെങ്കിൽ അത് ശരിയല്ല തന്നെ. അത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നത്. അയാൾക്ക് ബെയിൽ കിട്ടും എന്നുള്ളത് പിന്നെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. ഇത് അയാൾക്ക് ഒരു വലിയ പാഠമായി അയാൾ മനസ്സിലാക്കണം. അയാൾ ഇനി മുതലെങ്കിലും ഒരു സ്ത്രീയെയും, അയാൾ ഒരു ഹണി റോസിനെ അല്ല, സ്ത്രീ സമൂഹത്തെ ആകെ അപമാനിക്കുന്ന പ്രസ്താവനകളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഇതൊരു വലിയ മാറ്റമുണ്ടാകട്ടെ ഈ 7 ദിവസത്തെ ശിക്ഷ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ, അതായത് ഇപ്പം ഈ ബോബി ചെമ്മണ്ണൂർ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന ഞങ്ങൾ മാധ്യമങ്ങൾക്കടക്കം, ഞങ്ങളുടെ സമൂഹ മാധ്യമ പേജുകളിലടക്കം താഴെ വരുന്ന കമന്റുകൾ വലിയ തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഫാൻസിന്റെ ഒരു വലിയ ആക്ടിവിസമാണ് അവിടെ പലപ്പോഴും കാണാനുള്ളത്. അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയ കമന്റുകളല്ല പൊതുജനം നിർണ്ണയിക്കുന്നത്, പൊതുജന അഭിപ്രായം അതല്ല എന്നുകൂടി കോടതി വലിയ ദീർഘവീക്ഷണമുള്ള ഒരു നിരീക്ഷണം കൂടിയൊക്കെ ഇതിനകത്ത് നടത്തുന്നു എന്ന വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയും അതിനടിയിൽ വരുന്ന കമന്റുകളെയും ചാനൽ ചർച്ചകളെയും എല്ലാം തന്നെ കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെ ജഡ്ജസ് അവിടെ സംസാരിക്കുന്നത്. അത് നമുക്കൊക്കെ വലിയൊരു സന്തോഷവും ആത്മവിശ്വാസവും തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പെയ്ഡ് ഒരു വലിയ പിന്നെ വിഭാഗം ഇത് പെയ്ഡ് തന്നെയാണ്. ഈ അടിയിൽ വന്ന് കമന്റ് ഇടുന്നവരെല്ലാം പെയ്ഡ് തന്നെയാണ്. ഞാനൊരു മറ്റൊരു വീഡിയോ കണ്ടു. ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ സ്ത്രീകളെ മാത്രം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന ഒരു വീഡിയോയും കൂടി കണ്ടു. അവരുടെയൊക്കെ ഒരു നിവർത്തികേടാണ്. മാസ ശമ്പളം കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ അവര് എന്താ പറയാ, നിവർത്തികേടാണ് അവരുടെ. ആ നിവർത്തികേടാണ് ആ വീഡിയോയിൽ കൂടി എനിക്ക് സഹതാപം തോന്നിപ്പോയി ആ സ്ത്രീകളോട്. അവർ ചെയ്യുന്നത് എന്താണ് എന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. അത്തരക്കാർക്കൊക്കെ തന്നെ ഈ കോടതിയുടെ പിന്നെ ഈ ഓരോ വാചകവും വലിയൊരു പാഠമാണ്, നമുക്കൊക്കെ വലിയൊരു ആശ്വാസവുമാണ്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഇതിൽ പലപ്പോഴും നമുക്കറിയാം സർക്കാരുകളാണ് ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും രാഷ്ട്രീയ സമ്പന്നരുടെ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിപ്പോവാറുള്ളത്. പക്ഷേ ഇവിടെ പോലീസിന്റെ ഒരു ആക്ഷൻ കൂടി പരാമർശിച്ച് പോകണമെന്ന് തോന്നുന്നു. കാരണം ബോച്ചയെ അറസ്റ്റ് ചെയ്യുക എന്ന വളരെ ചടുലമായൊരു തീരുമാനം പെട്ടെന്ന് കൈക്കൊണ്ടു എന്നൊരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ കഴിഞ്ഞ ഹേമ കമ്മിറ്റി വിഷയമൊക്കെ നടന്ന സമയത്ത് പലരും പറഞ്ഞു അവർ ഉന്നതരായത് കൊണ്ടല്ലേ അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. ചിലപ്പോ ഒരു ചെറിയ 1 ദിവസത്തെയോ 2 ദിവസത്തെയോ ഡിലേ വരുമ്പോൾ അവർ ഇങ്ങനെ ഒളിവിൽ പോകാനുള്ള അവസരമൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് വളരെ ദ്രുതഗതിയിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് പോയത്. തീർച്ചയായിട്ടും പോലീസിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ, സർക്കാരിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. ഇപ്പൊ എന്റെ ഒരു കേസ് അന്ന് നടന്നപ്പോൾ പോലും സർക്കാർ പൂർണ്ണമായിട്ടും എന്നോടൊപ്പം നിന്നതാണ്. അത് എനിക്കെതിരെ ആയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആളുകൾ കമന്റ് ഇട്ടതും തെറി വിളിച്ചതും എല്ലാം എനിക്കെതിരെയായിരുന്നു. ഞാനെന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള മട്ടിലാണ് എല്ലാവരും സംസാരിച്ചത്. അതായത് ഏതൊരു പെണ്ണും, അത് ഹണി റോസ് എന്നല്ല, ഭാഗ്യലക്ഷ്മി എന്നല്ല, ഏതൊരു പെണ്ണും തനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ കരയണം എന്നിട്ട് പോയി സമൂഹ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് അപേക്ഷിക്കണം. നോക്കൂ, ഇയാൾ ഇങ്ങനെ ചെയ്തത് കണ്ടില്ല നിങ്ങളല്ല. അതായത് നമ്മൾ ഇവരുടെ മുമ്പിൽ ചെന്ന് അപേക്ഷിക്കണം. ഈ സമൂഹത്തിന് മുൻപിൽ സ്ത്രീ ചെന്ന് എനിക്ക് നീതി വാങ്ങി തരൂ എന്ന് അപേക്ഷിക്കണം. സ്ത്രീ ധൈര്യത്തോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഇറങ്ങുന്ന സ്ത്രീ ചീത്ത സ്ത്രീയാണ്. അങ്ങനെ നീ ഇറങ്ങുന്നത് കൊണ്ടാണ് നിനക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്നതാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇവർ പറയുന്നതിന്റെ ഏറ്റവും വലിയ അർത്ഥം. തീർച്ചയായിട്ടും എനിക്ക് സർക്കാരിനോടും ഒപ്പം പോലീസിനോടും അതോടൊപ്പം തന്നെ ഇത് രണ്ടും കൽപ്പിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും
ഞാൻ ഇത് ചെയ്തിരിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് പോയ ഹണി റോസിനോടും ഒക്കെ നമ്മളിവിടെയുള്ള പല സ്ത്രീകളും അത് നന്ദി പറയണം. കാരണം അവർ കാണിച്ചു തന്ന ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയിൽ കൂടി ഇനി സാധാരണക്കാരനും സഞ്ചരിക്കാൻ പറ്റും. ഇതിപ്പോ പലരും പറയും അവർ സ്വാധീനമുള്ളവരായതുകൊണ്ടാണോ എന്നൊക്കെ പറയും. നോക്കൂ, സ്വാധീനമുള്ള ആണെങ്കിൽ കൂടി അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത് വന്നതെങ്കിൽ കൂടി നാളെ നമുക്ക് പലർക്കും ഇത് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. നാളെ സർക്കാരിന്റെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ പോലീസിന്റെ മുമ്പിലോ ഒക്കെ അവർക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു നീതി വാങ്ങി കൊടുത്തല്ലേ, എന്തുകൊണ്ട് പൗരനല്ലേ എന്ന് പറയാനുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ട് എന്നൊരു വഴി കാണിച്ചു കൊടുത്തത് തീർച്ചയായിട്ടും ഹണി റോസിന്റെ ആ മൂമെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അതെ ഭാഗ്യലക്ഷ്മി, ഇതിപ്പോ നമ്മൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹ മാധ്യമ പേജുകളിലെ കമന്റ് പോലും ശ്രദ്ധേയമാണ്. ഇപ്പോൾ താങ്കൾക്കും എനിക്കും എതിരെ അടക്കമുള്ള പരാമർശങ്ങൾ പലപ്പോഴും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ പെയ്ഡ് ഏജൻസികളാണോ അതല്ലെങ്കിൽ ഈ ഫാൻസിന്റെ ആക്ടിവിസമാണോ എന്താണോ പ്രകടമാവുന്നതെന്ന് അറിയില്ല. എന്തായാലും കമന്റ്സിൽ കൂട്ടത്തോടെയുള്ള ആക്രമണമാണ് നടക്കുന്നത്. വരട്ടെ, അങ്ങനെയൊക്കെ അവർ എഴുതട്ടെ. എഴുതി ഒരു ദിവസം ഇതെല്ലാം ഈ കമന്റ് എഴുതുന്നവന്റെ വീട്ടിലേക്കും വരും. അവന്റെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ ഇത് വരുമ്പോൾ അന്ന് അവർ പഠിച്ചുകൊള്ളും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിൽ കൂടിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അവർക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടാവട്ടെ. കാരണം ഇവരൊക്കെ ഒരു ജോലിയും ചെയ്യാതെ മൊബൈലിന്റെ മുൻപിൽ ഇരുന്ന് കമന്റുകൾ മാത്രം ചെയ്യുന്നത് ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നവരാണ്. അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാം. നമ്മളുടെ ലക്ഷ്യം മുഴുവനും ഇതിനൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതും ഒപ്പം നമ്മളോടൊപ്പം ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു പരമോന്നത നീതിപീഠം എന്ന് പറയുന്ന ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി, ഇവിടെയൊക്കെ ഇത്തരം നിയമങ്ങളുണ്ട്. അവരൊന്നും വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ വിധി പുറപ്പെടുവിക്കുന്നതല്ലല്ലോ. ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന് ഏറ്റവും വലിയ ഉന്നതനായ അല്ലെങ്കിൽ എല്ലാ എന്താ പറയാ വളരെ സ്വാധീനമുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു വിധി അദ്ദേഹത്തിന് മുൻപ് ബെയില് 2 കോടതിയും കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം വെറുതെ ഒരു നീതി ന്യായ വ്യവസ്ഥയിൽ ഇത് പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ അത് പറയുന്നത്. അല്ലാതെ ഭരണഘടനയിൽ ഏത് സ്ത്രീയും എന്ത് തോന്നിവാസവും പറയാം എന്ന് ഒരു ഭരണഘടനയിലും പറയുന്നില്ല. ഒരു ഭരണഘടനയിലും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറിവിളി ഉണ്ടായിരിക്കും. അത് സമൂഹത്തിന്റെ കടമയാണ്, അല്ലെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് ഒരു ഭരണഘടനയിലും പറയുന്നില്ല. വിമർശിക്കാമെന്ന് പറയുന്നുണ്ട്, തെറി വിളിക്കാമെന്ന് ഒരു ഭരണഘടനയിലും പറയുന്നില്ല. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. യെസ്, എന്തായാലും വളരെ നന്ദി ഭാഗ്യലക്ഷ്മി ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിനും എന്തായാലും അഭിപ്രായം പറഞ്ഞതിനും. സമൂഹ മാധ്യമങ്ങളിലടക്കം ബോച്ചെ അനുകൂലികളുടെ വലിയ കൂട്ടത്തോടെയുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോടതി വിധി വന്നതിന് ശേഷവും കോടതിയിൽ നിന്നുള്ള ബോച്ചെ അനുകൂല തീരുമാനം വരുമ്പോൾ പോലും ബോച്ചെ മുദ്രാവാക്യം വിളികൾ നടക്കുകയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ മാത്രം നിലപാടെടുക്കുന്നവർക്കുള്ള മറുപടി കൂടിയായി കോടതിയുടെ നിരീക്ഷണങ്ങൾ മാറുന്നു എന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമാണ്, വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പുതു തുടക്കമാവുന്ന കോടതി നിരീക്ഷണം കൂടി ഇക്കാര്യത്തിൽ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടാകുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആജ്ഞ, നമ്മുടെ ചർച്ചകളും സാഹചര്യങ്ങളും അറിയാമല്ലോ. ഇതിൽ കോടതി വിധിയുടെ ദീർഘവീക്ഷണം, കോടതി വിധിയുടെ ഇനി അങ്ങോട്ടേക്ക് സമൂഹ മാധ്യമങ്ങളെ ആയുധമാക്കി എന്തും വിളിച്ചു പറയാമെന്ന് നിലപാടെടുക്കുന്നവർ, പൊതുസമൂഹത്തിന് മുന്നിൽ പൊതുവേദിയിൽ എന്തും പറയാമെന്ന് നിലപാടെടുക്കുന്നവർ, ഇവർക്കൊക്കെയുള്ള മറുപടിയായി കൂടി കോടതി വിധി മാറുമ്പോൾ നമുക്ക് നീതിന്യായ വ്യവസ്ഥയുടെ ഈ നീക്കത്തെ എങ്ങനെ കാണണം? അഭിനന്ദനാർഹമെന്നാണ് സജിത്ത് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. കാരണം ഇത് കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്ന് രാവിലെ വരെയും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഇത് തന്നെയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഏത് തരം ആളുകളാണെങ്കിലും ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും ഇത്തരം എന്നുള്ളത് കുറ്റകൃത്യങ്ങൾക്ക് അതിന് മറുപടി, അതിന്റെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ബോബി ചെമ്മണ്ണൂരാകട്ടെ, അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളാകട്ടെ, മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ, ഇതൊന്നും ഇതിന്റെ പരിധി സാധൂകരിക്കുന്നതോ അതല്ലെങ്കിൽ ഇതിന്റെ ശിക്ഷ ഇളവ് വരുത്തുന്നതോ ഒന്നുമല്ല. ഈ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കോടതി മുന്നോട്ട് വെക്കുന്ന സന്ദേശം അത് തന്നെയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള
സ്ത്രീകൾക്കെതിരെ സാമൂഹിക അധിക്ഷേപം നടത്തുന്ന, വ്യക്തിഹത്യ നടത്തുന്ന ആളുകൾക്കൊക്കെ ഇതൊരു സൂചന കൂടിയാണ്, ഒരു താക്കീത് കൂടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിലവിളിച്ച് അല്ലെങ്കിൽ നിലവിട്ട് കമന്റുകൾ ഇടുന്ന ആളുകൾക്ക് ഇതൊരു താക്കീത് കൂടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ള മെസ്സേജാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ആരായാലും ജാഗരൂകരായിരിക്കണം എന്ന് പറയാതെ പറയുകയാണ് കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ. കോടതിയായാലും പോലീസായാലും ഈ കാര്യത്തിൽ എടുത്ത നിലപാട് ശക്തമാണ്. അതിൽ തന്നെ നിയമ സംവിധാനങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം അങ്ങേയറ്റ അഭിനന്ദനാർഹമാണ്. ഇപ്പോൾ ജാമ്യം കിട്ടിയെങ്കിൽ പോലും സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഇങ്ങനെ ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് അസോസിയേഷൻ കിടന്ന് നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതിലെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴും, അതായത് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളി റിമാൻഡിലാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി അദ്ദേഹം കോടതി മുറിയിൽ ബോധം കെട്ടി വീഴുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യപരിശോധന ആവശ്യമാണ്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി ആ സാഹചര്യത്തിൽ ഏത് ജുഡീഷ്യറി ആയാലും കാര്യമില്ല എന്നുള്ള തരത്തിൽ നിലവിളിച്ചുകൊണ്ടാണ് എന്നെയും, അതായത് മാധ്യമപ്രവർത്തകരോടും നിങ്ങളോടും ഒക്കെ, നിങ്ങളൊക്കെ സാധാരണക്കാരാണ്, ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ഒരാളല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് എന്ന് നിലവിളിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഫാൻസ് അന്ന് അവിടെ സംഘർഷമുണ്ടാക്കിയത്. അങ്ങനെയായിരുന്നു. അത് വലിയ സംഘർഷത്തിൽ എത്താതെ പോലീസ് അതിനെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരുന്നു എന്ന് വേണം. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടായ നാടകീയങ്ങൾ അത്തരത്തിലായിരുന്നു. അതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരം ഫാൻസ് അസോസിയേഷനുകൾ, അതായത് നിയമം എന്തു പറഞ്ഞാലും തങ്ങൾക്ക് വെളിച്ചം വീഴില്ല എന്നൊരു നിലപാട് തന്നെയാണ് അവർ കൈക്കൊള്ളുന്നതെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്ന. എന്നിരുന്നാൽ പോലും ഇത് സാധാരണക്കാരുടെ പൊതുബോധത്തിലേക്ക് ഇത് കൃത്യമായ മെസ്സേജ് മുന്നോട്ട് വെക്കുന്നുണ്ട്, കൃത്യമായ സന്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സാധാരണക്കാരായാലും ഏത് ഉന്നത പീഠത്തിലിരിക്കുന്ന ആളായാലും ഏത് താഴെക്കിടയിലുള്ള ആളായാലും സമൂഹത്തിന് നിയമത്തിന് മുന്നിൽ ഒരുപോലെ തന്നെയാണ്. അത് തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. അത് ആരായാലും അത് അപ്പോൾ തന്നെ ആയിരിക്കും. നിയമത്തിന്റെ കാഴ്ചയിൽ എല്ലാ പൗരന്മാരും ഒന്നു തന്നെ ആയിരിക്കും എന്നുള്ള മെസ്സേജ് വളരെ കൃത്യമായി ഈ ഒരു കേസ് പരിഗണിക്കുന്നതിലൂടെ മുന്നോട്ട് വെക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ശരി, നീതിപീഠം പലപ്പോഴും നമുക്ക് മുന്നിൽ പ്രതീക്ഷയാവുന്നത് ഇത്തരം സംഭവങ്ങൾ കൂടിയാണ്. എന്തായാലും